ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് മുൾത്താനി മിറ്റി ഫേസ് പാക്കാണ്, മാമാ എർത്തിൻ്റെ. ഞാൻ ഫേസിൽ ഉപയോഗിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കി. നല്ലൊരു ഫേസ് പാക്കാണിത്. ഇത് ആക്നെ പ്രോൺ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് കൂടിയാണ്. അപ്പോൾ നോർമൽ ഇനി ഇങ്ങനെ ഒരുപാട് തവണ സദാ പിമ്പിൾസ്, റാഷസ് ഒക്കെ വരുന്നത്, ആക്നെ ഉണ്ടാവുന്നത്, ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ ഈ ഒരു ഫേസ് പാക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ 2 ആഴ്ചയ്ക്ക് ഒരിക്കൽ ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചർമ്മത്തിന് തിളക്കവും തരും. പിന്നെ ഇത് ചർമ്മത്തിൽ അടങ്ങിയിരിക്കുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിന്നെ ആക്നെ, പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ട്സൊക്കെ ഒന്ന് കളയാനും ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതിലുള്ളത് റോസ് പെറ്റൽസ് ആണ്, പിന്നെ മുൾത്താനി മിറ്റിയാണ് ബേസ്. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇതിന്. അപ്പോൾ ഒരു സ്വെറ്റൊക്കെ എടുക്കുന്നതിന് ഇത് ഹെൽപ്ഫുള്ളാണ്. പിന്നെ പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും മന്ത്ലി വൺസ് ഇല്ലെങ്കിൽ ട്വൈസ് എ വീക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എവറി വീക്കൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി കറ്റാർ വാഴ, അതായത് ആലോവേറ ജെൽ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ ചർമ്മത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാം, ക്യാരറ്റ് ജ്യൂസ് കുടിക്കാം, ടൊമാറ്റോ ജ്യൂസ് കുടിക്കാം, പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ കുക്കുംബറിൻ്റെ ജ്യൂസ് കുടിക്കാം. ഇങ്ങനെ പിന്നെ ഗ്രീൻ ജ്യൂസ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ, അതായത് ഗ്രീൻ ജ്യൂസിൽ പുതിന, കറിവേപ്പില, പിന്നെ ഒരു കുക്കുംബർ, ഗ്രീൻ ആപ്പിൾ, ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയും വെച്ച്, അതായത് പാലക്കും ഇടാം. പാലക് സൂപ്പാണ് ഓക്കെ, പാലക് സൂപ്പായിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ പാലക്ക് കറി വെച്ചിട്ടും കഴിക്കുന്നതാണ്. അപ്പം ചർമ്മത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സഹായിക്കും. പിന്നെ ചർമ്മത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ഇത് സഹായിക്കുന്നതാണ്. അപ്പം ചർമ്മത്തിന് പ്രശ്നങ്ങൾ ഒഴിവാക്കാനും പിന്നെ ചർമ്മം നല്ല സോഫ്റ്റായി ഇരിക്കാനും ഇങ്ങനത്തെ ശീലങ്ങൾ, ഇങ്ങനത്തെ ഒരു കഴിക്കുന്ന ശീലങ്ങളൊക്കെ ഫുഡ്സൊക്കെ ഉൾപ്പെടുത്തിയാൽ തന്നെ നമുക്ക് ചർമ്മം നന്നായി സംരക്ഷിക്കാൻ പറ്റുന്നതാണ്. പിന്നെ എപ്പോഴും ഫേസ് പാക്ക് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ സ്കിന്നിൻ്റെ അനുസരിച്ചിട്ട് വേണം തിരഞ്ഞെടുക്കാൻ. അതായത് ഡ്രൈ സ്കിന്ന് ഉണ്ട്, ഓയിലി സ്കിന്നുണ്ട്, പിന്നെ സെൻസിറ്റീവ് സ്കിന്നുണ്ട്. അങ്ങനെ ഇതേപോലെ ഇപ്പം ഷീറ്റ് മാസ്ക് എന്ന് കിട്ടുന്നുണ്ടല്ലോ, അതും അങ്ങനെ തന്നെയാണ്, ഹൈഡ്രേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എങ്ങനെ സൂട്ടാവുന്നു അങ്ങനെ ഷീറ്റ്സും അതൊന്ന് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്തത് പറയാനായിട്ടുള്ളത്, എപ്പോഴും നന്നായി വെള്ളം കുടിക്കണം. അതായത് 8 ഗ്ലാസ് വെള്ളം എപ്പോഴും കുടിക്കാൻ ശ്രമിക്കുക. ഡെയിലി കുടിക്കാൻ ശ്രമിച്ചാൽ തന്നെ നമ്മൾക്ക് മുഖത്തിലുള്ള പിമ്പിൾസ്, ആക്നെ ഇതൊക്കെ ഒന്ന് ക്യൂർ ചെയ്തെടുക്കാൻ പറ്റും. ഉള്ളിൽ തന്നെ അത് ബ്ലഡ് സർക്കുലേഷൻ ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളം കുടിക്കുന്നതിലൂടെ സഹായിക്കും. അപ്പോൾ വേണ്ടാത്ത വേസ്റ്റ്, പിന്നെ ഈ മുഖത്തെല്ലാം പസ് ഉണ്ടാവുക, പിന്നെ പെട്ടെന്ന് ഈ ടീനേജേഴ്സിലൊക്കെ കണ്ടുവരുന്നത്, പെട്ടെന്ന് ഒരു മുഖം ഇങ്ങനെ തൊട്ടുകൊണ്ടിരുന്നാൽ ആ മുഖക്കുരുവൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ പൊട്ടുന്നതിലൂടെ എല്ലാം പസ്, പിന്നെ ബ്ലഡ് ഒക്കെ വരും, കുരുവൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നല്ലോണം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഹൈഡ്രേഷൻ ഈസ് ദ കീ. എപ്പോഴും
ചർമ്മ സംരക്ഷണത്തിനും മുടി സംരക്ഷണത്തിനും എല്ലാവർക്കും. പിന്നെ അടുത്തതെന്ന് പറയാനായിട്ടുള്ളത്, നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ദയവായി കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ പറ്റിയിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റ്സിൽ അറിയിക്കുക. പിന്നെ എങ്ങനത്തെ വീഡിയോസ് വേണമെന്നും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. പിന്നെ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ട് ഞാൻ 10-15 ദിവസങ്ങളായി, പിന്നെ ഒരു റിപ്ലൈ പോലും ഇല്ല. അപ്പോൾ ദയവായിട്ട് ഈ വീഡിയോ എല്ലാം കാണുന്നവരെല്ലാവരും ഒന്ന് കമ്മ്യൂണിറ്റി ടാബ് ചാനലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഈ ചാനലിൽ. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു വീഡിയോസ് വേണമെന്നും കമൻറ്റിൽ അറിയിക്കുക. പിന്നെ കമൻറ്റ്സിലൂടെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.